ഞാനൊരു കാര്യം ചോദിച്ചോ, മാഷിനെ ഒരു എല്ലാം തോപ്പിച്ചു. സ്വന്തം മോന്റെ ലോറിക്കകത്ത് മാഷ് എന്തോ എഴുതി വെച്ചത്? ജഗത്താൻ എന്ന് എഴുതുന്നതിന് മാഷ് എന്തോ എഴുതി വെച്ചേ? ചെന്നിക്കുത്തന്നാണോ എഴുതി വെച്ചത്? അതൊരു ചെറിയ കയ്യബദ്ധം. അത്രേ ഉള്ളൂ. ഈ കയ്യബദ്ധവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന അന്ന് മാഷ് മറക്കരുത്. ആരിത് പോയില്ലേ? നീ പകപോക്കണല്ലടാ. എനിക്ക് നിന്റെ അടുത്ത് എന്തിരിപ്പക? എന്തിനാവശ്യം? എന്റെ വർക്കുമല്ലോ നീ വെട്ടിയോ? എന്റെ പന്തൽ പണിയുമല്ലോ നീ വെട്ടിയോ? നമ്മൾ പകയുണ്ടാകാൻ നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. കളിച്ച് കളിച്ച് തന്തയ്ക്ക് വിളിക്കുന്നോ? മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. എന്റെ അച്ഛനെ പ്രാകുന്ന യവനെ ഞാൻ ഇന്ന് അടിച്ചവനെ. നിങ്ങളൊരു കാര്യം, ഞാൻ അവിടെ കിടന്ന് നിൽക്കുന്ന ആ ചെറുക്കനെ ഒന്ന് പറഞ്ഞു കൊടുങ്ങിയ മോനെ, ഇതൊന്ന് ഒഴുക്കുന്ന സിനിമ മാറിപ്പോയെന്ന് തന്നോട് എത്ര തവണ പറഞ്ഞു? ഇത് നിങ്ങൾക്ക് 100 കൂട്ടം പണിയുണ്ട്. ഞാൻ അവിടെ രാവിലെ തൊട്ട് പോയി നിൽക്കാൻ, ആ ചെറുക്കൻ വരുമെന്നും പറഞ്ഞു. ഞാൻ ഉള്ള കാര്യം പറയല്ലേ, ചാറ്റ് വളയൊക്കെ എന്നെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് പോണ്. ഇതൊന്നും ഒഴിക്കാൻ എനിക്ക് 100 കൂട്ടം. ഇത് അണ്ടികളി അല്ലത്, എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. എടാ വരവിടെ വിളിച്ചു വിടാം, അവനെ പറഞ്ഞു വിടാം. ഒന്ന് പറഞ്ഞു വിട് നിങ്ങളെ മോനെ. അത് ഞാൻ പെട്ടെന്ന്. എവിടെ പോന്നു? ചാക്കോമാഷേ, ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുക. ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പിച്ചക്കാരന്റെ കൂടെ ജീവിച്ചാലും ശരി, ഇനി നിങ്ങളെ പോലൊരു നീചന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ മാഷെ, മടുത്തു. അതെ, ഈ ക്യാരക്ടർ ഒന്ന് മാറ്റിപ്പിടിച്ച് പിച്ചക്കാരനാക്കിയാ പോരുന്നോ എന്റെ കൂടെ? സഞ്ജയനത്തിന് എന്തായിരുന്നു ഭക്ഷണം? ഇഡലി സാമ്പാർ വരുന്ന പ്ലാനിങ്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛൻ ഒന്ന് മതം മാറിയായിരുന്നു. എന്നിട്ട് ചിക്കൻ ബിരിയാണിയാ. ചാക്കോമാഷയുടെ പുട്ടും കടലും കഴിച്ച് മടുത്തു. എന്നാ ഇനി എന്നെ ഫർഗീസിന്റെ ചിക്കൻ കാലായിക്കോട്ടെ. എന്നാ പോരാ, പോവാ. ഞാനൊരു കാര്യം അറിയണം. ഇവർക്ക് കല്യാണപ്രായമായ 2 മക്കളുണ്ട്. അതുകൂടാതെ എന്നേക്കാൾ പ്രായമുണ്ട് ഇവൾക്ക്. എന്റെ പൊന്ന് ചാക്കോമാഷേ, മാഷിന് അറിഞ്ഞൂടാത്തോണ്ടാ. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ എന്റെ പൊന്നു മാഷേ.